ഹായ് ഫ്രണ്ട്സ്, സാപ്പിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. നമ്മൾ കാത്തിരുന്ന കുറേ സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത സിനിമയുണ്ട്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുണ്ട്. പിന്നെ തുടരും, ആലപ്പുഴ ജിംഖാന, റെട്രോ, ഹിറ്റ് 3 എന്നീ സിനിമകളുടെയൊക്കെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സിനിമ നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സണ്ണി ഡിയോൾ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിലുള്ള സിനിമയായിരുന്നു. ഹിന്ദി സിനിമയായിരുന്നു ജാട്ട് എന്ന് പറയുന്ന സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ജൂൺ മാസം 5-ാം തീയതി റിലീസ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഹിന്ദി ഡയറക്റ്റ് OTT ത്രില്ലർ മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സ്റ്റോൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ മാസം 4-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത മലയാളത്തിൽ നിന്നുള്ളൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജെറി എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി മെയ് മാസം 30-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. കാങ്കാ ചുര എന്നാണ് സിനിമയുടെ സീരീസിന്റെ പേര് വരുന്നത്. സോണി ലിവിൽ മെയ് മാസം 30-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഷൈൻ ടോം ചാക്കോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമയാണ് ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമ. മനോരമ മാക്സിൽ ഇതിന് മുമ്പേ തന്നെ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മെയ് മാസം 30-ാം തീയതി ഈ സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് ഹൊറർ മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഭവാനി വാർഡ് 1997 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത സിനിമ നമ്മുടെ നാനി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഹിറ്റ് ചാപ്റ്റർ 3 എന്ന് പറയുന്ന സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം 29-ാം തീയതി തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത നമ്മുടെ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു റെട്രോ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മെയ് മാസം 31-ാം തീയതി തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത നമ്മുടെ നെസ്ലം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ ഈ സിനിമയുടെ OTT പ്ലാറ്റ്ഫോം മാറിയിരിക്കുകയാണ്. സോണി ലിവ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂൺ മാസം 5-ാം തീയതി ഈ സിനിമ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ജൂൺ മാസം 4-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ലാലേട്ടനും ശോഭനയൊക്കെ ഒന്നിച്ച് തരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുന്ന പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കേരളക്കര കണ്ട ഏറ്റവും വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസം 29, 30 ഈ 2 തീയതി ഏതെങ്കിലും ഒരു ദിവസം റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റുകൾ ഇതിന് മുമ്പേ തന്നെ പുറത്തു വിട്ടിരുന്നു. എൻ്റെ വീഡിയോ കൂടെ ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് ഡേറ്റ് പുറത്തു വിട്ടിരിക്കുകയാണ്. മെയ് മാസം 30-ാം തീയതി ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ, അതായത് ഈ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലൊക്കെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും തുടരും ഇപ്പോഴും തിയേറ്ററിൽ 110 കോടിയോളം, കേരളത്തിൽ മാത്രമായിട്ട് 110 കോടിയോളം കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം മലയാളികളൊക്കെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.